KSRTC ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിൽ. കഴിഞ്ഞ 10 വർഷമായി KSRTCയിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവാണ്. CAG കണക്ക് പ്രകാരം 2020-21 വർഷത്തിൽ KSRTCക്കുണ്ടായ 2743 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. CAG പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിലേക്കാണ് KSRTC പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുക്കുമ്പോൾ, അതായത് 2010 മുതൽ 2021 വരെയുള്ള കണക്കെടുക്കുമ്പോൾ വരവിലേറെ ചെലവാണ് KSRTC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനുണ്ടായിട്ടുള്ളത്. 2021 624.31 കോടി രൂപ വരവിനത്തിൽ കിട്ടിയപ്പോൾ ചെലവ് 5 ഇരട്ടിയാണ്, 2743 കോടി രൂപ. CAG ഓഡിറ്റിൽ പ്രകാരമുള്ള കണക്കുകളാണ് സർക്കാർ രേഖയായി പുറത്തുവിട്ടിട്ടുള്ളത്. 2024-2025 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ എടുക്കുമ്പോൾ വരുമാനം വീണ്ടും കുത്തനെ ഇടിയുന്നു. മൊത്ത ചെലവ് 3236.89 കോടിയും വരുമാനം 779 കോടിയുമാണ്. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനായി തുച്ഛമായ തുക മാത്രമാണ് ചെലവാകുന്നത്. കൂടാതെ മറ്റു ചിലവുകളാണ് രേഖയിൽ കൂടുതലും. പുതിയ ബസ് വാങ്ങുന്നതിനോ ജീവനക്കാരുടെ ക്ഷേമത്തിനോ അധിക തുക ചെലവാക്കി വയ്ക്കുന്നതായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ മറ്റാവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അധിക ചെലവുകൾ എവിടെയും കാണാം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ KSRTC ഒരു ഘട്ടത്തിൽ പോലും ലാഭത്തിലേക്ക് പോയിട്ടില്ല. ഉത്സവ സീസണിൽ മാത്രം കളക്ഷൻ ഇനത്തിൽ വരുമാനം കണ്ടെത്തുന്നെങ്കിലും അതും ചെലവുകളിൽ കൂട്ടിക്കുഴഞ്ഞു കിടക്കുന്നു. KSRTC എന്ന പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ അഹോരാത്രം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും സ്ഥാപനത്തിന്റെ വളർച്ച പിന്നിലേക്കാണ്. ജനം, തിരുവനന്തപുരം.